നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? പോസിറ്റീവായിട്ടിരിക്കണം. ആളുടെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മുഖം മനസ്സിലോർക്കുക. എന്താണ് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു? 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഒരു ഫാമിലി കാർഡാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി, നിങ്ങൾ മോസ്റ്റ്ലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെയുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അവിടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതുള്ള ആളുകളുടെ നോട്ടം അല്ലെങ്കിൽ അവരുടെ സർവൈലൻസ് വന്നപ്പോഴാണ് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീണായിട്ട് കാണുന്നത്. അപ്പോൾ അയാളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങളൊരു ഫാമിലി ആയിരുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളൊരു ഫാമിലി പോലെ ആയിരുന്നു എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ദെൻ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ മൂല്യം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പെൻറ്റക്കിൾ എന്ന് പറയുന്നത് മൂല്യം, വാല്യൂ, മെറ്റീരിയൽ ലൈഫ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ശരിക്കും നിങ്ങളുടെ ഒരു മൂല്യം അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങളിലേക്ക് പതുക്കെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് പതുക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കിടയിൽ കുറേ ഇഷ്യൂസ് വന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോയതായിട്ടും ആ ട്രസ്റ്റ് റീഗെയിൻ ചെയ്യാനായിട്ട് സമയം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ പതുക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അയാൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്നും അയാൾ വിചാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് വൺ 7 ഓഫ് വാൺസ് ആണ്. അപ്പോൾ 7 ഓഫ് വാൺസ് ഒരാൾ ഒറ്റപ്പെട്ടു പോവുക, അതിന് അയാൾക്ക് ഒരുപാട് കാര്യങ്ങളോട് പ്രതിരോധിക്കേണ്ടി വരിക. അയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ചുറ്റും ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. എന്തെല്ലാമാണ് തടസ്സങ്ങളെന്ന് നോക്കാം. കിങ് ഓഫ് വാൺസ്. അപ്പോൾ ഇയാൾക്ക് മേ ബി വേറെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇയാളിപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. മോസ്റ്റ്ലി കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിൽപ്പെട്ടോ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ ടെമ്പറൻസ്, കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇയാൾക്ക് വേറെ ബന്ധങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇയാൾക്ക് കരിയർ, ജോലിയിൽ എന്തെങ്കിലും സ്ഥിരതയില്ലായിരിക്കുകയോ ഓവറായിട്ട് ജോലി ചെയ്യുകയോ ചെയ്യേണ്ടി വന്ന സമയത്ത് മാറി നിന്നതായിരിക്കാം. അയാൾക്ക് പക്ഷേ കോംപ്രമൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അയാൾ ഒരു ലോങ് ടേം റണ്ണിലേക്കാണ് ഈ ബന്ധത്തെ നോക്കുന്നത്. അയാൾ തിരിച്ചു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളുമായിട്ടുള്ള സമയത്ത് അയാൾ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇയാൾ നിങ്ങളെക്കാൾ യങ്ങറായിട്ടുള്ള ഒരാളാകാനും സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.